ഹലോ, അസ്സാം വലൈക്കും. നമുക്കിന്നിവിടെ ഒറട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ചെറിയ ഉള്ളി, സവാള ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 സ്പൂണ് പെരുംജീരകപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വിരവി ഒരു അരമണിക്കൂറോളം അരപ്പൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് വെക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കനെ വറുത്തെടുക്കാം. ഒരു 3/4 വേവോളം വറുത്താൽ മതി കേട്ടോ. ഇതുപോലെ വറുത്തെടുക്കാം. ബാക്കിയുള്ള ചിക്കനും കൂടെ അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് പെരുംജീരകപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ഒരു സ്പൂണ് ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് നല്ല ലൂസായിട്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ആയിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഉരട്ടി ഉണ്ടാക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. ഈ തേങ്ങയും വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ ഉള്ള അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കാം. ഇതുപോലെ കിണ്ടിയെടുക്കണം. എന്നിട്ട് മാവൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇതുപോലെ ബോളാക്കിയതിന് ശേഷം നമുക്കതിനെ പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. ഇനി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.